അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിണർ ഈ പറമ്പിന് ഒരു കുളിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കിണറിനെ മൂടാതെ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. പിന്നെ കിണറുകളൊന്നും ഒരിക്കലും നമ്മൾ പ്രകൃതിദത്തമായി നമുക്ക് അല്ലെങ്കിൽ പഴയ കിണറുകളൊന്നും നമ്മൾ ഒരിക്കലും അത് ഡോണ്ട് ഡിസ്ട്രോയ് ഇറ്റ്, ബിക്കോസ് ഇറ്റ്സ് അത് ഒരു ജീവിതാവാസ പ്രകൃതിയുടെ ജീവിതാവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത് കിണർ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം, ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ഒരു കിണറാണ്. ഒരു കിണർ ഏകദേശം 70 വർഷം പഴക്കമുള്ള ഒരു കിണറാണ്. അതിന് മുന്നേ ഞാൻ തലയിൽ ഇതൊക്കെ എടുത്തത്, കാരണം ഇവിടെ നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ നമ്മളതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടത്തലയൊക്കെ കൊതുക് ചിലപ്പോൾ കടിച്ച് തവിട് കൂടിയായിരുന്നു കൊതുകുകൾ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ എ വെൽ, ഒരു വില്ലേജ് വെൽ, അതായത് ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു പറമ്പ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നൊരു പറമ്പ്, അതായത് ജാതി, തെങ്ങ്, വാഴ, അടക്കാമരം, അങ്ങനെ കുറേ സംഭവങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു തോട്ടം എന്ന് പറയാം. ആ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 70 years ഓൾഡ്, 70 വർഷം പഴക്കമുള്ള ഒരു കിണർ. ആ കിണറാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇന്നേ വരെ ഒരു വീഡിയോയിൽ നിങ്ങൾ ആ കിണർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഇന്നേ വരെ നിങ്ങൾ കാണാത്ത പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വീഡിയോകളിലൂടെ, ഇനി വരുന്ന വീഡിയോകളിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായ ഒരുപാട് സംഭവങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിനി കൂടുതൽ പറയുന്നില്ല. നമ്മൾ ആ കിണർ കാണാനായിട്ട് പോവുകയാണ്. ആ കിണർ കാണാൻ പോകുമ്പോൾ അതിനിടയിൽ കാണുന്ന പല മറ്റുള്ള കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കിണർ കാണിക്കാനായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, യു ക്യാൻ ഗോ, ലെറ്റ്സ് ഗോ. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പോവല്ലേ, നമുക്ക് കിണർ കാണാനായിട്ട് പോവാം. ബിഫോർ വി ആർ എക്സ്പ്ലോറിങ് ദാറ്റ് വെൽ, വി ക്യാൻ സീ സം അഗ്രികൾച്ചർ മീൻസ് നോക്കിയ ജാതിക്കായ. അതെ, ഇവിടെ കണ്ട ജാതി പറമ്പാണത്. ഇവിടെ ഞാൻ വന്നപ്പോൾ തൊട്ട് കണ്ട ചീവീടുകളുടെ ഭയങ്കര ശബ്ദമുണ്ട്. ചീവീടുകളുടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇതേ കുറഞ്ഞു കേട്ടോ. ഭയങ്കരമായിട്ട് ചീവീടുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇവിടെ മാത്രമല്ല, എല്ലാ പറമ്പിലും ചീവീടുകളുണ്ടാവും. അതുപോലെ കിളികൾ, പിന്നെ അണ്ണാൻ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ വിൽ ഷോ യു അനദർ ഡിഫറെൻറ്റ് തിങ്. ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. വ്യത്യസ്തത എന്ന് അങ്ങനെ ഞാൻ പറയുന്നില്ല, മിക്കവാറും എല്ലാ പറമ്പിലുണ്ടാവും. എന്നാലും ഒരുപക്ഷെ ഇതും കാണാത്തവർ ഒരുപാട് ആളുകളുണ്ടായിരിക്കും. വേറൊന്നുമല്ല, ഒരു മൺപുറ്റി. ഇത് കണ്ടോ, ഒരു മൺപുറ്റ് ഇങ്ങനെ കൂന പോലെ മണ്ണ് കൂടി അതിലിങ്ങനെ ഒരു ഹോളൊക്കെ ആയിട്ട് നമ്മൾ പറയില്ലേ, അത് പാമ്പുകൾ താമസിക്കുന്ന സ്ഥലമാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു മൺപുറ്റാണ് ഇത് കേട്ടോ. അത് പുല്ല് പിടിച്ച് കിടക്കുകയാണ്. ഇനി ഞാനത് പുല്ലൊന്നും പറിക്കാൻ പോകുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും അതിൽ പാമ്പുകൾ താമസിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോണത്. താമസിക്കല്ല, സത്യത്തിൽ ഇങ്ങനെയുള്ള പുറ്റുകളുടെ ഉള്ളിൽ ചെതലുണ്ടാവും. അപ്പോൾ ആ ചെതൽ തിന്നാൻ വേണ്ടി പാമ്പുകൾ വരുന്നതാണെന്നാണ് പറയുന്നത്. ഈ പറമ്പിൽ നല്ല കായ്ബലമുള്ള തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു തെങ്ങ്, അതിൻ്റെ മുകളിൽ നാളികേരക്കിട്ടായിട്ടുണ്ട്. ദർ ഇസ് എ കോക്കനട്ട് ഓൺ ദിസ് കോക്കനട്ട് ട്രീ ആൻഡ് വി വിൽ ചെക്ക് ഇഫ് ദർ ഇസ് എനി കോക്കനട്ട് ഫോൾ ഡൗൺ. താഴെ വല്ല നാളികേരം വീണ് കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ചിലപ്പോൾ വല്ലതും വീണ് കിടക്കുന്നുണ്ടാകും. അതാ 2 നാളികേരം ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. ഒരു പച്ചത്തേങ്ങയാണ്. രണ്ടും പച്ചത്തേങ്ങയാണ്, കുഴപ്പമില്ലാത്ത പച്ചത്തേങ്ങകളാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആ കിണർ കാണാനായിട്ട് പോകുന്നത് ഒരു വാഴത്തോട്ടത്തിൽ കൂടെയാണ്. വി ആർ ഗോയിങ് ടു സീ ദാറ്റ് വെൽ. വി ആർ ട്രാവലിംഗ് ത്രൂ എ ബനാന ഫാം. എന്നൊക്കെ ഒരു വാഴത്തോട്ടം. ഈ വാഴത്തോട്ടത്തിൽ കൂടെയൊക്കെ കടന്നിട്ടാണ് നമ്മൾ കിണർ കാണാനായിട്ട് നമ്മൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഐ വിൽ ഷോ യു വൺ പ്ലാന്റ് ദാറ്റ് ഇസ് കണിക്കൊന്ന. ഒരു കണിക്കൊന്ന മരം ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കണിക്കൊന്ന മരമാണ്. ഇതിൽ കണിക്കൊന്ന പൂ ഇപ്പില്ല. വിഷുക്കാലൊക്കെ ആകുമ്പോൾ കണിക്കൊന്ന ഉണ്ടാവും. കണിക്കൊന്നനെ നമുക്ക് ഗോൾഡൻ ഷവർ വി ക്യാൻ കോൾ ഇൻ ഇംഗ്ലീഷ് ഗോൾഡൻ ഷവർ.
ഇതാ നല്ലൊരു കണിക്കുന്ന മരമാണ്. ഇറ്റ്സ് എ നൈസ് പ്ലാന്റ്. ഇതിൽ വിഷുക്കാലൊക്കെ ആകുമ്പോൾ ഇതിൽ പൂവുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാ ഇവിടെ ഒരു കായക്കൊല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്ത് കായാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഞാനൊരു കർഷകനാണ്, എന്നിട്ടും എനിക്ക് ആ കായ എന്താണെന്നുള്ള ഏത് കായാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ രസകരമായ സംഭവം. അതിൻ്റെ കൊപ്പറൊക്കെ വിരിഞ്ഞ് തുടങ്ങി. വിരിഞ്ഞത് അതിലെനിക്ക് തോന്നുന്നു അതിൽ തേനൊക്കെ വന്ന് അണ്ണാനൊക്കെ വന്ന് കുടിച്ച് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. My dear friends, I will show you a beautiful thing. That is, see, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ വേറൊന്നുമല്ല, കുറേ ജാതിക്കയുടെ ഇലകൾ, ജാതി പത്രി, ജാതിക്കായൊക്കെ വീണ് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ പറക്കിയിട്ടില്ല എന്നുകൊണ്ട്. നോക്കിയാൽ എന്തൊരു രസമല്ല ഈ കാണാനായിട്ട്. വാട്ട് എ ബ്യൂട്ടി ഓഫ് ദിസ് ശരിക്കും നമ്മളിങ്ങനെയുള്ള ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഓരോ പറമ്പുകളിലേക്ക്, ഓരോ കൃഷി സ്ഥലങ്ങളിലേക്ക് തന്നെ പോകണം. ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നുന്നു. അവർ കുറച്ച് കഴിയുമ്പോൾ വന്ന് ഈ ജാതി വീണ് എടുക്കുന്ന ഈ ജാതിക്കായൊക്കെ പറക്കിയെടുക്കുന്നു എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ കിണറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഗോയിങ് ടു റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. ദർ ഇസ് വൺ, ഐ തിങ്ക് ദിസ് ഈസ് മോട്ടോർ ഷെഡ്. അവിടെ ഒരു മോട്ടോർ ഷെഡ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ആ മോട്ടോർ ഷെഡ് ഉപയോഗിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അത് ഐ നീഡ് ടു ചെക്ക് ബിക്കോസ് ദിസ് ഈസ് നോട്ട് യൂസിങ് നൗ. സോ മേ ബി ദർ വിൽ ബി സ്നേക്ക് ഓർ സംതിങ്. സോ വി വിൽ ചെക്ക് ഫസ്റ്റ്. നമുക്ക് നോക്കി നോക്കാം. ഇത് ഉപയോഗിക്കാത്തതാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ വല്ല പാമ്പോ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഇത് പഴയ മെയിൻ സ്വിച്ച് ആണ്. ഇത് ഏകദേശം ഇത് പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഓൾഡ്. ഐ തിങ്ക് ഇറ്റ്സ് സെയിം ഏജ് ഓഫ് ദാറ്റ് വെൽ 70 years ഓൾഡ്. ഏകദേശം ആ കിണറിൻ്റെ തന്നെ വയസ്സ് ഇതിനുണ്ടാവും. ഇതാ ഉപയോഗിക്കാതെ കിടക്കുന്നതാണ്. പക്ഷേ എന്നാലും ഇറ്റ്സ് സ്ട്രോങ്. കണ്ട, ഇതിൻ്റെ ചുമരുകൾക്കൊന്നും ഇതേവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിതാ നമ്മുടെ 70 വർഷം പഴക്കമുള്ള കിണറിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നൗ വി ആർ ഗോയിങ് ടു ദാറ്റ് വെൽ വിച്ച് ഈസ് 70 years ഓൾഡ്. നോക്കി ഇവിടെയൊക്കെ കാട് പിടിച്ചാണ് കിടക്കുന്നത്, ഉപയോഗിക്കാത്തത് കാരണമുണ്ട്. ഈ കിണറിന് ഒരു വളരെ പ്രത്യേകത ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഏത് കാലാവസ്ഥയിലും ഈ കിണർ പറ്റില്ല എന്നുള്ളത്. സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് വെൽ ഈസ് ഇറ്റ്സ് നെവർ ഇൻ എനി സീസൺ ഇറ്റ്സ് നെവർ ബിക്കം ഡ്രൈ. ഒരിക്കലും ഇത് വറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിണർ ഈ പറമ്പിന് ഒരു കുളിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കിണറിനെ മൂടാതെ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. പിന്നെ കിണറുകളൊന്നും ഒരിക്കലും നമ്മൾ പ്രകൃതിദത്തമായി നമുക്ക്, അല്ലെങ്കിൽ പഴയ കിണറുകളൊന്നും നമ്മൾ ഒരിക്കലും അത് ഡോണ്ട് ഡിസ്ട്രോയ് ഇറ്റ്. ബിക്കോസ് ഇറ്റ്സ് അത് ഒരു പ്രകൃതിയുടെ ജീവിതാവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത് കിണറുകൾ, കുളങ്ങളൊക്കെ. അപ്പോൾ ഒരിക്കലും നമ്മൾ നെവർ ഡിസ്ട്രോയ് ദിസ് വെൽസ് ആൻഡ് പോൺസ്, നാച്ചുറൽ വെൽസ് ആൻഡ് പോൺസ്. ഓക്കെ, സി അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് നോക്കിയേ. ഇത്രയും വർഷമുള്ള കിണറിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഭയങ്കരമാണ്. ഇതിൽ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വളർന്നിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ മരങ്ങൾ, എനിക്ക് തോന്നുന്നു അത്തിക്കായ ഉണ്ടാകുന്ന പ്ലാന്റ്സാണ് വളർന്ന് നിൽക്കുന്നത്. കണ്ട, അത്തിപ്പഴം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്ത് രസമല്ല കാണാനായിട്ട് അത്തിപ്പഴം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഐ ഫീൽ ഫിയർ. മേ ബി മണ്ണിടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ കിണറിൻ്റെ ഉള്ളിൽ പോകും. ഇതിൽ മീനുണ്ടോയെന്നുള്ള എനിക്കറിയില്ല. നോക്ക് വെള്ളത്തെ വളരെ അടുത്ത് വരെ, നിയർ ടു അസ്. ഈ മഴക്കാലത്ത് കണ്ട വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല മഴയുടെ സമയത്ത് ചിലപ്പോൾ ഈ മോട്ടോർ ഷെഡിലേക്ക് വെള്ളം കയറാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. കണ്ട, ഇതാ പൈപ്പ് ഇട്ടിരിക്കുന്നത് കണ്ട. That pipe is going to inside motor shed. അപ്പോൾ ആ മോട്ടർ അടിച്ച് വെള്ളം എടുക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പൈപ്പാണിത്.
കൂടുതൽ ആഴത്തിലേക്ക് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ അതിന് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ബട്ട് ഐ വിൽ ഷോ യു ഫ്രം അനദർ സൈഡ് ഓഫ് ദിസ് വെൽ. ഓക്കെ, ഈ കിണറിൻ്റെ മറ്റൊരു സൈഡിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളിത് ഈ കിണർ കാണുമ്പോൾ കിണറിൻ്റെ മറ്റൊരു സൈഡിൽ നിന്നുള്ളൊരു ദൃശ്യമാണ്. വി ആർ ഗോയിങ് ടു സീ ഫ്രം അനദർ സൈഡ് ഓഫ് ദിസ് വെൽ. സി, see what a beautiful place. Okay friends, അപ്പോൾ നമ്മളുടെ ഈ 70 years ഓൾഡ് കിണറിൻ്റെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ ആൻഡ് ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ യു. കാരണം മറ്റുള്ള വ്ളോഗേഴ്സിൻ്റെ വീഡിയോസിലൊന്നും കാണാത്ത ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കാണിച്ചതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ഇതുപോലുള്ള ഒരുപാട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന ഒരുപാട് വീഡിയോകളുമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ സജസ്റ്റ് ചെയ്യുക. ഓക്കെ.